അല്ല ഗേസ്, നിങ്ങൾക്ക് ലൈഫിൽ ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലൈഫ് ഒരു ക്വാളിറ്റി ലൈഫ്, അതുപോലെ ക്വാളിറ്റി റിലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൈഫ് ലെസൺസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്സപ്പ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, ആദ്യമായി ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളാവട്ടെ, ബിസിനസ്സിൽ ആദ്യമായി കാലുവെക്കുന്ന ആളുകളാവട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ യു എൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ അവരുടെ ഇപ്പോൾ നിലവിലുള്ള വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ റാൻഡമായിട്ട് പറയാം, കേട്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫോളോ, അത് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ലൈഫിൽ പകർത്താൻ നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്നാമതായി ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാരില്ല, അവരെ കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ ഫ്രഷ് ആയിട്ട് ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ എന്നോട് ഒരുപാട് ആൾക്കാർ നമ്മുടെ UAE വിസ സംബന്ധമായ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പറയുന്നൊരു കംപ്ലൈൻറ്റാണ്, ഇവിടെ വിസിറ്റ് വിസയിൽ വന്നിട്ട് നാട്ടിൽ നിന്ന് ഇല്ലാത്ത പൈസ ഒക്കെ ഉണ്ടാക്കി ഇവിടെ വന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. എന്നിട്ട് പറയുന്ന ആളുകൾ ഇവിടെ നമ്മൾ വാട്സപ്പ് വഴി CV അയക്കും കമ്പനികൾക്കൊക്കെ, എന്നാൽ ഒരു 100 CV അയച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും റിപ്ലൈ ചെയ്യണില്ല. ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ എൻ്റെ വോയിസ് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇത്ര, പിന്നെ ഒരു മനുഷ്യൻ പോലും മാറിക്കാട് പോലും നമുക്ക് അല്ലെങ്കിൽ ഒരു മെസ്സേജ് തിരിച്ചയക്കാത്തത് എന്തുകൊണ്ടാണ് സാറേ എന്ന് എന്നോട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ ചില വസ്തുതകൾ, നമ്മൾ തിരുത്തേണ്ട ചില മിസ്റ്റേക്കുകളൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് പക്ഷേ ഉപകാരപ്പെടാം. ഫ്രഷേഴ്സിന് ആദ്യം പറയാൻ കാരണം സങ്കടം തോന്നും. കാരണം നാട്ടിൽ നിന്ന് ഇത്രയും വലിയ പൈസ കൊടുത്ത് വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ചില നാട്ടിലെ കളികൾ കളിക്കുന്ന ആൾക്കാരുണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതൊക്കെ തിരുത്തിയാൽ ഇൻഷാല്ലാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി, നല്ല ലക്ഷ്യം പെട്ടെന്ന് കാണാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വാട്സപ്പിൽ CV അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങളൊരു ആൾക്കൊരു CV അയക്കുക, 2 രീതിയിൽ നമ്മൾ CV അയക്കുക. ഒന്ന്, നെറ്റിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഏതെങ്കിലും കമ്പനീൻ്റെ മാനേജർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സണൽ നമ്പർ, അങ്ങനെ വാട്സപ്പ് ഗൂഗിൾ മാപ്പിൽ നിന്ന് നമ്പർ എടുത്തുകൊണ്ട് വാട്സപ്പ് നമ്പർ വഴി CV അയക്കുന്ന ഒരു രീതിയുണ്ട് ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ. രണ്ടാമത്, നമ്മൾ റൂമിലോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും പറഞ്ഞത് പ്രകാരം, റെഫറൻസ് പ്രകാരം ഏതെങ്കിലും കമ്പനീൻ്റെ മാനേജർക്കോ HR-നൊക്കെ CV അയക്കില്ലേ. ഈ 2 സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. നമ്മൾ അയക്കുന്ന ആൾ ഒരാളാണ്, CV നമ്മൾ ഒരാളാണെങ്കിലും അത് ലഭിക്കുന്ന ആൾക്ക് ഡെയിലി 100 കണക്കിന് CV വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും CV ഓപ്പണാക്കി നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ അറിയാം എന്ന് ഗവേഷണം നടത്തി നിങ്ങളെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് വരുണ്ടോ എന്ന് നിങ്ങളെ വിളിക്കും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നടക്കുമെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഉണ്ടാവോ? ഇത്രയും ആളുകളെ വരുന്ന എല്ലാ CVയും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ജോലിയാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുള്ളതെന്ന് ഒരാളും നോക്കില്ല. കാരണം ഇവിടെ എല്ലാവരും ബിസിയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ മാനേജർ, HR പീപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഓഫീസിൽ ചെന്നാൽ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ പണിക്കാരം. പിന്നെ എന്താണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത്? അപ്പോൾ വാട്സപ്പ് ത്രൂ അയച്ചാൽ ജോലി കിട്ടൂലേ എന്നാണോ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമില്ല. അതിന് വേണ്ടത്, ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ പോയിൻ്റ്. നമ്മൾ വാട്സപ്പിൽ CV അയക്കുന്ന സമയത്ത് മക്കളെ, നിങ്ങൾ CVൻ്റെ കൂടെ നിർബന്ധമായും 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 1.5 മിനിറ്റുള്ള ഒരു വോയിസ് അയക്കുക. ആ വോയിസിൽ ഇപ്പോൾ നിങ്ങളൊരു മലയാളിക്കാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ പേര് സുലൈമാനാണ്, ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലാണ്, നാട്ടിൽ ഇവിടെ റാസൽ ഖൈമയിലാണ്. ഞാൻ ജോലി അന്വേഷിച്ച് വന്നതാണ്. എനിക്ക് ഇന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്, എനിക്ക് ഇന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്യാനറിയും, ഞാൻ നാട്ടിൽ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് ഓഫീസ് പരമായിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടൻ്റാണ്, എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്നതിനെക്കുറിച്ച് 1.5 മിനിറ്റിൽ കൂടാത്ത രീതിയിൽ നിങ്ങൾ വോയിസ് അയക്കാം. അങ്ങനെ അയക്കുമ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഓക്കെ, അയാൾക്ക് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ, അയാൾ നിങ്ങളെ ക്വാളിഫൈഡായി നിങ്ങളെ പോലെയുള്ള ഒരാളാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ CV ആളെ തുറന്നു നോക്കും. അല്ലെങ്കിൽ CV തുറന്നു നോക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണ് ഈ HR ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ HR-ൻ്റെ ആളുകളെല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പിൽ പല ആളുകളും പറയുന്ന പരാതി, ആൾക്കാർ ഇങ്ങനെ CV അയച്ചിട്ട് എനി ജോബ് നിങ്ങൾ അയക്കും. ആരും തുറന്നു നോക്കില്ല മക്കളെ, കാരണം എല്ലാവരും ബിസിയാണ്, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കേസിൽ നിങ്ങളൊരു മാനേജർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും CV അയക്കുന്ന സമയത്ത് ആദ്യം എന്താണ് ആൾക്കാർ ചെയ്യേണ്ടത്? ഒരു ഹായ് നയിക്കും, ഹായ്, എന്നിട്ട് തിരിച്ചവിടുന്ന് ഹായ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി ഹായ് തിരിച്ച് കിട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ പിന്നെ ആ മാനേജർ എപ്പോഴാണോ ഫ്രീ ആകുന്ന ആൾ സലാം എടുക്കുമ്പോൾ അടുത്ത വിഷയം പറയും. അങ്ങനെയല്ല ചെയ്യേണ്ടത്.
നമ്മുടെയാണ് ആവശ്യം. മമ്മൂട്ടി പറഞ്ഞില്ലേ, സിനിമക്ക് മമ്മൂട്ടിയെ ആവശ്യമില്ല, മമ്മൂട്ടിക്ക് സിനിമയെ ആണ് ആവശ്യം എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ജോബ് മാർക്കറ്റിന് നിങ്ങളെ ആവശ്യമില്ല, നമുക്ക് ജോലിയാണ് ആവശ്യം. കാരണം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പുള്ള ആൾക്കാർ ഇവിടെ കറങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫോർമാറ്റുകൾ, ജോബ് സീക്കിംഗ് മെത്തേഡുകൾ, ട്രിക്സുകൾ, ടിപ്സുകളൊക്കെ അറിഞ്ഞ് വെച്ച് ജോലി അന്വേഷിക്കുമ്പോൾ അത് ഫലപ്രദമാവുക. അല്ലെങ്കിൽ വന്ന വിസിറ്റിൻ്റെ കായ് വേസ്റ്റ് ആവും. എത്ര ആൾക്കാരങ്ങനെ. അപ്പോൾ നിങ്ങൾ ബേസിക് ഓഫ് ദ ബേസിക്കാണ് മക്കളെ ഇതൊക്കെ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും. നിങ്ങൾ ഇതുവരെ CV അയച്ചത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എനി ജോബ് എന്നറിയും. ഒരു കാര്യം ആലോചിക്ക്, എനി ജോബ് അവൈലബിൾ. നിങ്ങൾ എനി ജോബ് നിങ്ങൾ ചെയ്യുമോ? ഇല്ലല്ലോ. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ജോബല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ CV അയക്കുന്ന സമയത്ത് എനി ജോബ് അവൈലബിൾ എന്നൊരു CV അയച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ജോലിക്ക് തരാം? നിങ്ങൾക്ക് പിന്നെ ചുമടെടുക്കാൻ വേണ്ടി കഴിയുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ എന്താണ് ജോലി എന്ന് പറയണം. ഇപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പ് നമ്മൾ വിസ സംബന്ധം ഞാൻ കുറ്റപ്പെടുത്തലുണ്ട്, നമ്മൾ സ്വയം വിമർശനത്തിന് ആത്മവിമർശനത്തിന് വേണ്ടി പറയുന്നതാണ്. ഗ്രൂപ്പിലേക്ക് വന്നാൽ ചോദിക്കും എനി ജോബ് അവൈലബിൾ, ആരും റിപ്ലൈ ചെയ്യില്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇന്ന രീതിയിലുള്ള ജോലിയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കുക. രണ്ടാമത്തെ വിഷയം നമ്മൾ ഈ ഗ്രൂപ്പിലൊന്ന് ചോദിച്ചുകൊണ്ടൊക്കെ വളരെ 0.001% അങ്ങനെ ജോബ് സെറ്റാൻ സാധ്യതയുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഈ കമ്പനികൾക്ക് CV അയക്കി പിടിക്കുന്നത് അത്രയും കാര്യം ഉണ്ടാവും. പിന്നെ CVയുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കിയിട്ട് എങ്ങനെയായിരിക്കണം നല്ല CV കാര്യങ്ങളൊക്കെ, അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ജോബ് സെറ്റ് ആവുക. ഇനി വിഷയത്തിലേക്ക് വരാം. അങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ 1 മിനിറ്റുള്ള വോയിസ് അയക്കുക. ആ വോയിസ് ഇവിടെ UAEൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ അറബികളൊക്കെ സംസാരിക്കുമ്പോഴാണ് അവർ വ്യക്തമായി പറയും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിൽ വ്യക്തമായ അക്ഷരത്തിൽ പറയണം. അപ്പോൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുക. മലയാളം ഏത് ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ആ വിഷയം കൃത്യമായി പറയണം. ഇപ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങൾക്ക് ഓഫീസിൽ കാണും, ഞാനൊരു അറബി കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന അറബികളൊക്കെ ഉള്ള. അപ്പോൾ അവിടെ ഒരു മലയാളി ക്ലയൻസൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് അവർ അറബി അറിയുന്ന ഭാഷയിൽ തന്നെയാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കില്ല. നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, പൊതുവെ പ്രവാസികൾ ഗൾഫിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്കും കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മൾ ബഹുമാനം കാണിക്കാൻ വേണ്ടി ശബ്ദം കുറച്ചിട്ട് സംസാരിക്കും. ഇപ്പോൾ മന്ത്രിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഉസ്താദുമാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബഹുമാനം കാണിക്കാൻ വേണ്ടി ശബ്ദം കുറച്ചിട്ട് സംസാരിക്കും. ഒരാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അതിൻ്റെ അർത്ഥം ഓൻ ദേഷ്യത്തിലാണ് എന്നാണ്, റെസ്പെക്റ്റ് ഇല്ലായ്മയുടെ അടയാളമാണ് ഉച്ചത്തിൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ, പക്ഷേ ഗൾഫിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ സംസാരിക്കണം എന്നല്ല പറഞ്ഞിട്ടോ. ഇവിടെ കേൾക്കുന്ന രീതിയിൽ വ്യക്തമായി സംസാരിക്കണം. ഇപ്പോൾ ഓഫീസിലൊക്കെ ചെയ്യുന്ന ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആളുകൾ ഇങ്ങനെ മെല്ലെ പറയുമ്പോൾ അവർ അറബിയാണെങ്കിൽ ഷൂ എന്ന് വയ്ക്കും. ഈ ഷൂ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാറ്റ് പോകും. അതിനെക്കാട്ടി നല്ലത് അവർക്ക് കേൾക്കുന്ന രീതിയിൽ കണ്ണൊക്കെ നോക്കിയിട്ട് വ്യക്തമായ കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് മലയാളികൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഞാൻ ശ്രദ്ധിച്ച്, മൊബൈൽ നമ്പർ പറയുന്ന സമയത്ത് അവസാനത്തെ നമ്പർ മെല്ലെന്ന് പറയാം. ഈ അവസാനത്തെ നമ്പർ നമുക്കറിയാം നമ്മുടെ നമ്പർ എന്താണെന്നുള്ളത്, 5 ആണോ 6 ആണോ, കേൾക്കുന്ന ആളെ സംബന്ധിച്ച് അറിയില്ലല്ലോ. അപ്പോൾ മൊബൈൽ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഒരു മലയാളിനെ ശ്രദ്ധിച്ചു നോക്കണം. മൊബൈൽ നമ്പർ നമ്മൾ പറയുമ്പോൾ 05078614344, ലാസ്റ്റിൻ്റെ നമ്പർ വല്ല പറയും. അതും ഉറക്കനെ പറയണം. അത് പറയുമ്പോഴാണ് ആളുകൾ, അല്ലെങ്കിൽ അതൊന്നും ഓഫീസിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഓഫീസ് മര്യാദകൾ എന്നൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക. അവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണെന്നൊക്കെ. വിഷയം മാറി പോകുന്നുണ്ട്. വിഷയത്തിലേക്ക് തന്നെ വരാം. നമ്മൾ വാട്സപ്പിൽ CV അയക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ വ്യക്തമായ ഫുസ്ഹ എന്ന് അറബിയിൽ പറയും, ഫുസ്ഹത്തുൽ കലാം, അതായത് കേൾക്കാവുന്ന രീതിയിൽ സ്ഫുടമായ രീതിയിൽ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണോ പറഞ്ഞത് ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചില ആൾക്കാർ വാട്സപ്പിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചേക്കണം, അവരെ നമുക്കൊരു അട്രാക്ഷൻ തോന്നും, അവരെ സംസാരത്തിൽ തന്നെ ആ പേഴ്സണാലിറ്റി നമുക്ക് എടുക്കാൻ കിട്ടും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വാട്സപ്പിൽ സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു നന്നാക്കി പറയണമെന്നല്ല, ഉള്ളത് തന്നെ ഒരു വ്യക്തമായി കേൾക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു നോക്കുകൊണ്ട് ഇൻഷാ അല്ലാഹ് പീപ്പിൾ വിൽ ബി ഇംപ്രസ്ഡ്. ഓക്കെ. സെക്കൻഡ് തിങ്, രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യം മക്കളെ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ എടുക്കുന്നറിയില്ല. ലൈക്ക് നാട്ടിൽ നമ്മൾ മലയാളികൾക്കിടയിൽ പൊതുവെ ഒരു വിഭാഗം ആൾക്കാർ പെട്ടെന്ന് പിണങ്ങുന്ന ആൾക്കാരുണ്ടാവും. പിണങ്ങേഷ് കുമാർ ഉണ്ടാവും. ഈ പിണങ്ങുന്ന സ്വഭാവം നാട്ടിൽ നിന്ന് വിമാനത്തിൽ വരുന്ന സമയത്ത് എയർപോർട്ട് കയറുന്ന മുന്നേ അവിടെ വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് ഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും, ഒരുപാട് അനാവശ്യ ശത്രുക്കൾ ഉണ്ടാവും. പെട്ടെന്ന് പിണങ്ങുന്ന ആൾക്കാർ, ഈ പിണങ്ങുന്ന ആൾക്കാർ വാട്സപ്പിൽ എന്താ ചെയ്യുന്നറിയോ? ഇപ്പോൾ എനിക്കൊക്കെ എന്തെങ്കിലും വിഷയത്തിൽ ആൾക്കാർ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു ഹായ് അയക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊന്ന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ആ മെസ്സേജ് മൊത്തം അവർ ഡിലീറ്റ് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്റെസ്പെക്റ്റാണ് ഇവിടെ.
പിന്നെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്ന് കരുതി നമ്മൾ ഫീൽ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ആരെങ്കിലും മെസ്സേജ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവുക, അതിൻ്റെ ആവശ്യമില്ല. ആളുകൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് ഡിലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഡിലീറ്റ്, ഈ പിണങ്ങിക്കാണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഒരിക്കലും ചെയ്യരുത്. അതായത് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആൾക്കാർ മെസ്സേജ് അയക്കാൻ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഈ ഒരുപാട് മെസ്സേജ് വരുന്ന ആളുകളെ കുറിച്ചുള്ള അവരെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാത്തത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ആൾക്കാരും ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മെസ്സേജ് അയച്ച ആൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാത്ത ഇതുകൊണ്ടായിരിക്കും, ഒരുപാട് മെസ്സേജ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഈ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ ജോലി തരാൻ വേണ്ടി ആൾ വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഒരാൾ അയാൾക്ക് ജോലിക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പിണങ്ങുക, തെറ്റുക, ഇങ്ങനത്തെ സ്വഭാവം ഗൾഫിൽ, അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർ ഗൾഫൊക്കെ വരരുത്. ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഈഗോ ഉള്ള ആൾക്കാർ, പിണങ്ങുന്ന ആൾക്കാർ, കിബറുള്ള ആൾക്കാർ, അഹങ്കാരികൾ, ഇതൊന്നും ദുബായ്ക്ക് വരരുത് മക്കൾ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നാട്ടിൽ നിൽക്കാന്നില്ല, ഇവിടെ വന്നാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CV ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഹായ് ഇട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യരുത്. ഹായ് ഇടുക, എന്നിട്ട് കാര്യം പറയും. എന്നെ ആദ്യം നമ്മളൊന്ന് പരിചയപ്പെടുത്തും. അറിയാത്ത ആൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ പൊതുവായിട്ട് എല്ലാവരും പാലിക്കേണ്ട ഒരു നിയമമാണ്. ഞാൻ ഇന്ന ആളാണ്, എൻ്റെ ഇന്ന ആവശ്യമാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണം. നമ്മൾ ഹായ് ഇട്ട് വെയിറ്റ് ചെയ്തിട്ട് അയാളുടെ റിപ്ലൈക്ക് വേണ്ടി കാത്തുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അടിച്ച് കയറി കാര്യങ്ങൾ പറയും. അപ്പോഴാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, എനിക്ക് പല ആൾക്കാർ മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ ഹായ് എന്ന് വായിച്ചിട്ട് പിന്നെ മെസ്സേജ് കൊടുക്കാൻ നേരത്തെ ഞാൻ വേറെ എന്തെങ്കിലും തിരക്കിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹായ് ഡിലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊട്ടന്മാരെന്നല്ലാണ്ടെന്ന് പറയാൻ ഭായ്, നിങ്ങളെ കാര്യം നടക്കണമെങ്കിൽ ഈ നാട്ടിലെ കളികൾ കളിച്ചിട്ടൂടെ കാര്യമില്ല, ഒന്നും നടക്കില്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടും, ഒരുപാട് വിഷമങ്ങൾ വെറുതെ അനാവശ്യമായി നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ പഴയ കാലത്തെ പോലെയല്ല, വാട്സപ്പാണ് ഒരാൾ പേഴ്സണാലിറ്റി. വാട്സപ്പിലൂടെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഗ്രൂപ്പിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലൊക്കെ വാട്സപ്പിൽ നമ്മൾ കാണിക്കുന്ന സ്വഭാവം നമ്മൾ പേഴ്സണാലിറ്റി ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കുക. അപ്പോൾ ഈ പെട്ടെന്ന് പിണങ്ങുക, മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്ന കളികളൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തുക എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ആളുകൾ ചെയ്യേണ്ടത്, ഇവിടുത്തെ ലോക്കൽസ്, അറബികൾ, ലേഡീസൊക്കെ അവരൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള സ്മൈലികൾ യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട്. ചില ആളുകൾ ഓവർ സ്മൈലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് അർബാവ്, കമ്പനി മാനേജർ, ഇവർക്കൊക്കെ അയക്കുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ രീതിയിലുള്ള മെസ്സേജ് ഫോളോ അപ്പ് ചെയ്യുക. പേഴ്സണൽ കൈൻഡ് ഓഫ് മെസ്സേജും പ്രൊഫഷണൽ മെസ്സേജ് രണ്ട് രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് വാട്സപ്പിൻ്റെ ഒരു ബേസിക് ലോ. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്തതായിട്ട് വാട്സപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വാട്സപ്പ് പ്രൈവസി എന്നുള്ള സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗേൾസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കോൺവെർസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്. ലൈക്ക് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ടൈപ്പിംഗ് സെൻറ്റർ വന്നൊരു ലേഡി, അവർ ഒരു ഫാമിലി റൂമിന് വേണ്ടിയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരു ചെക്കൻ്റെ നമ്പറാൻ കൊടുത്ത് അവർ സംസാരിച്ച് റെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച്, അപ്പോൾ അവൾക്കത് ഓക്കെ അല്ല. പിന്നെ അതിന് ശേഷം ഇയാളെ ഇടയ്ക്കിടയ്ക്ക് ആ പെണ്ണിന് മെസ്സേജ് അയക്കാണ്, നിങ്ങൾ എന്താണ്, എവിടെയാണ് പഠിക്കുന്നത്, പിന്നെ എവിടെ ജോലി ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുക. ഇവളെ DP പ്രൊഫൈൽ വെച്ചിട്ടുണ്ട്, ബിസിനസ് പരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ പ്രൊഫൈലിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ പെണ്ണ് ഇറിറ്റേറ്റഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, എന്തുകൊണ്ട് എങ്ങനെ ഇവർ മെസ്സേജ് അയക്കുന്നത് എന്ന് പറയൂ. അവരോടൊന്ന് എനിക്കത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ചാറ്റിംഗ്, പേഴ്സണൽ ചാറ്റിംഗ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ പെണ്ണിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായത്? നമ്മൾ ഈ ഗേൾസിനോട് ഒരിക്കലും ഇതുപോലെ പ്രത്യേകിച്ച് അറിയാത്ത പെണ്ണുങ്ങൾ എന്താവശ്യമാണ് അവർ മെസ്സേജ് അയച്ചത്, ആ മെസ്സേജിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവർ ഫോളോ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് നമ്മളാളുകളും ആണുങ്ങൾ തെറ്റായ രീതിയിൽ ചിന്തിച്ചിട്ടല്ലെങ്കിൽ പോലും സ്ത്രീകൾക്കത് കംഫർട്ടബിൾ ആയിരിക്കാൻ സാധ്യതയില്ല. അവരെന്തെങ്കിലും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ, ദാറ്റ്സ് യുവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് സംസാരിക്കാതിരിക്കുക ചെയ്യുക. പക്ഷേ നമ്മളവർ പിന്നാലെ ഫോളോ ചെയ്ത് സംസാരിക്കുന്നതൊന്നും ഒരിക്കലും സേഫല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുക, പിടിക്കുക, അതൊക്കെ പേഴ്സണലി വ്യക്തികളുടെ ഓരോ താല്പര്യങ്ങളും സ്വഭാവം അനുസരിച്ച് അതൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷേ ഒഫീഷ്യലി മെസ്സേജ് അയക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. അതുപോലെ ആളുകൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഇതെങ്കിൽ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ CV പരമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ CV അയച്ചതിന് ശേഷം റിപ്ലൈ കിട്ടാൻ വൈകി കഴിഞ്ഞാൽ അതിനെ ടാഗ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അതൊന്നും പല ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല.
മനസ്സിലായ? അങ്ങനെ അത് പ്രൊഫഷണൽ അല്ല അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ വാട്സപ്പിൽ ഇങ്ങനെ നിരന്തരം കോൾ ചെയ്യുക. നാട്ടിലെ പോലെയല്ല, യു എയിൽ വാട്സപ്പ് കോൾ മമ്നുവാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് കോൾ എന്നത് ആൾക്കാർ മിസ് കോളായിട്ട് കാണുള്ളൂ. അപ്പോൾ ഒരിട്ടം മിസ് കോൾ അടിച്ച് വീണ്ടും മിസ് അടിച്ച് അതൊരു ഇറിറ്റേഷനായി തോന്നും. വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആളുകൾ അവരുടെ സൗകര്യം അനുസരിച്ചാണ് റിപ്ലൈ ചെയ്യുക. നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഫ്രീഡം ഉള്ളൂ. മെസ്സേജ് റിപ്ലൈ തരണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ഫ്രീഡത്തെ നമ്മൾ മാനിക്കണം. അപ്പോൾ അവർക്ക് ചില എന്തെങ്കിലും ഇപ്പോൾ കേസിന് എത്രയോ നേരിട്ട് കണ്ടിട്ടുണ്ട്, പല ക്ലയൻസിനും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മെസ്സേജ് അയക്കുമ്പോൾ അവരിങ്ങനെ നമ്മൾ കടം വാങ്ങിയ ആൾക്ക് മെസ്സേജ് അയക്കുന്ന പോലെ ആണ് വാട്സപ്പ് കോൾ ചെയ്യുക. കടം വാങ്ങി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് മെസ്സേജ് അയക്കില്ല, ഇങ്ങനെ വാട്സപ്പ് കോൾ ഇങ്ങനെ നിരന്തരം മിസ് അടിച്ചുകൊണ്ടിരിക്കും. അതുപോലെയല്ല, ആവശ്യം നമ്മുടേതാണെങ്കിൽ വി ഹാവ് ടു ബി പേഷ്യൻറ്റ്. നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. പ്രത്യേകിച്ച് ജോലിപരമായിട്ടൊക്കെ ആണെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അവർ നോക്കും. എന്നോടൊരു HR പറഞ്ഞത്, ആൾക്ക് ആരെങ്കിലും ജോലി അന്വേഷിച്ച് CV അയച്ചാൽ അയാൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യത്രേ. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇവ മെസ്സേജ് ഡിലീറ്റ് ആക്കുന്നുണ്ടോ, ക്ഷമയുള്ള ആളാണോ, സ്വഭാവമുള്ള ആളാണോ എന്നൊക്കെ അറിയാൻ പറ്റും കുറച്ച് ഡിലേ ആക്കി കഴിഞ്ഞാൽ. പിന്നെ ചില ആളുകൾ മനഃപൂർവ്വം പ്രവോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും ഇവൻ്റെ സ്വഭാവം. കാരണം ഒരാൾ പ്രവോക്ക് ചെയ്യുന്ന സമയത്താണ് അയാൾ യഥാർത്ഥ സ്വഭാവം പുറത്തുതരാമെന്ന്. നമ്മളറിയില്ല, ദേഷ്യപ്പെടുമ്പോൾ ഞാനല്ലാണ്ടാവും, പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയും. അല്ലെങ്കിൽ വേറെ ആളെ പറ്റി പറയും, ഭർത്താവിന് പറ്റി ഭാര്യമാർ പറയും, അയാൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ മൂപ്പര് വേറൊരാളാണ് പിടിച്ചാൽ കിട്ടില്ല അറിയും. നിങ്ങളൊരു കാര്യം അറിയോ, ദേഷ്യപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്വഭാവം പുറത്തുതരിക. അതാണ് റിയാലിറ്റി. എല്ലാ സമയത്തൊക്കെ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഞാൻ ലൈവായിട്ട് കണ്ട സംഭവം, നാട്ടിൽ പോയ സമയത്ത് ബസ്സിൽ രണ്ടാളുകൾ തമ്മിൽ തല്ലൂടാണ്. അപ്പോൾ ആ സമയത്ത് ഒരാൾ ഫുള്ള് തെറിയാണ് പറയുന്നത്, മറ്റേ ആൾ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് അയാൾ അത്ര പ്രകോപിപ്പിച്ചിട്ട് ഇയാൾ ദേഷ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇയാളുടെ കൾച്ചർ അതാണ്. അയാൾ ലൈഫിൽ ഒരിക്കലും ഉപയോഗിക്കാൻ അയാൾ നാവ് പൊങ്ങാത്ത വാക്കുകൾ അയാൾ ദേഷ്യപ്പെടുമ്പോൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഈ ദേഷ്യപ്പെടുന്ന നിങ്ങൾ എത്ര ആൾക്കാർ വേണമെങ്കിൽ ഏത് അവസ്ഥയിൽ നോക്കിക്കോളൂ, ദേഷ്യപ്പെടുന്ന സമയത്താണ് അയാൾ ഉള്ളിലുള്ള ഫ്രാഡുകളൊക്കെ തള്ളി പുറത്തരിക. അപ്പോഴാണ് അയാളെ റിയൽ സ്വഭാവം വരിക. അല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ വേറെ ആളാവണമല്ല, അതാണ് നമ്മുടെ റിയൽ സ്വഭാവം. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും, അവരൊരിക്കലും ഒരു പരിധി വിട്ട് ചൂടാവില്ല. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ ഓർത്ത് നോക്കും. അങ്ങനെയല്ലേ? അതിൻ്റെ അർത്ഥം അവർ മാന്യതാണ്. എന്നാൽ ചില ആൾക്കാർ ചെറുങ്ങനൊന്ന് പ്രകോപിച്ചാൽ തന്നെ ഫുള്ള് ദേഷ്യമായിരിക്കും. അതാണ് അവരുടെ റിയൽ സ്വഭാവം. അപ്പോൾ അവരായിട്ടൊന്ന് ബിസിനസ് എടുത്താലും ഇടപാടെടുത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഒരാൾ തെറ്റി കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അറിയാം അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നതുകൂടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രം. കൂടുതൽ പറഞ്ഞാൽ വോയിസ് ലോങ് ആവും, വീഡിയോ ലോങ് ആവും. ഞാൻ ഇതുപോലെയുള്ള പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്, നമ്മൾ കണ്ടൻറ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു യൂട്യൂബ് ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ആശംസിച്ചുകൊണ്ട് അല്ലാഹു യുബാരിക് ഫീന വഫീക്കും. അസ്സലാമു അലൈക്കും.